ഇന്ന് കുറച്ച് ചക്ക വരട്ടുകയെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ പ്ലാവയിലെ അവസാനത്തെ 2-3 ചക്ക ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൽ 2 നമ്മളങ്ങ് പറിച്ചു. നല്ല മധുരമുള്ള ചക്ക കേട്ടോ. അതുകൊണ്ട് ഇപ്പം ശർക്കരയൊന്നും ചേർക്കുന്നില്ല. ഇതേപോലെ അരിഞ്ഞെടുത്തു കേട്ടോ. ഈ അരിഞ്ഞെടുക്കുന്നതൊക്കെ അമ്മയാണേ. ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ മടിയുള്ളതുകൊണ്ട് വന്നില്ല കേട്ടോ. ഇതേപോലെ വരട്ടിയിട്ട് നമ്മൾ ഇളക്കുകയാണേ. നമ്മൾ അടുപ്പത്ത് വെച്ചാട്ടോ ചക്ക വരട്ടുന്നത്. ഇത് 2 ദിവസം കൊണ്ട് വരട്ടിയെടുത്തതാട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് വെള്ളം ഒഴിക്കാത്തതുകൊണ്ടാണ്. മഴയൊക്കെ പെയ്തതായതുകൊണ്ട് ചക്കയിൽ ഓൾറെഡി വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു തുള്ളി വെള്ളം ഒഴിക്കാതിട്ട് നല്ലപോലെ വെള്ളമുണ്ട് കേട്ടോ. അടി പിടിക്കാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ 2-3 ദിവസം മുന്നേ നമ്മൾ ചക്ക വരട്ടിയത് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പുട്ടും കൂട്ടി അതങ്ങ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് അതൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചാണ് ചൂടാക്കുന്നത്. ചൂടാക്കി എടുത്ത് നല്ല തേങ്ങയും ഒക്കെ ഇട്ട് പുട്ടിൻ്റെ ഇടയിൽ വെച്ച് ഇടയ്ക്ക് തേങ്ങ ഇടുന്നതിൻ്റെ കൂടെ ചക്കയിട്ട് അങ്ങനെ കഴിക്കാറുണ്ട്. പിന്നെ അട ഉണ്ടാക്കാനൊക്കെ ആയിട്ടാണ് നമ്മളിതെടുത്ത് വരട്ടി വെക്കുന്നത്. തുള്ളി വെള്ളം ചേർക്കാതെ നല്ലൊരു വൃത്തിയുള്ളൊരു ടിന്നിൽ വെള്ളമയമൊന്നും ഇല്ലാതെ എടുത്ത് വെച്ച് ഫ്രീസറിൽ എടുത്ത് വെച്ചിരുന്നാൽ കുറച്ച് കാലം നമുക്ക് അട ഉണ്ടാക്കാനോ ഹലുവയായിട്ട് പിള്ളേർക്ക് ഉണ്ടാക്കി സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. പിള്ളേർക്ക് ഹലുവയൊക്കെ ആയിട്ട് കൊടുത്താൽ നല്ല ഇഷ്ടം കേട്ടോ കഴിക്കാൻ. കുറച്ച് കശുവണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോഴത്തേക്കും നമ്മൾ വരട്ടിക്കൊണ്ടിരുന്ന ചക്ക ഈ പരുവായിട്ടുണ്ട് കേട്ടോ. നല്ല ഗോൾഡൻ കളറായേ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല തീ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് ആയി കിട്ടും. വേറെ പണിക്ക് പോയാൽ അടി കരിയും കേട്ടോ. അടി കരിഞ്ഞാൽ പിന്നെ ഒരു പുകച്ചോവയൊക്കെ വരുവേ. അവസാനം വരട്ടി ഈ രൂപത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നമ്മളെടുത്തു. നല്ല മധുരമുണ്ട്. ഇനി അടയോ എന്തെങ്കിലും ഇടുമ്പോഴേ നമ്മൾ